ഇത് ന്യൂസിലാൻഡിലെ ഹാമിൽട്ടണിലെ ഞങ്ങളുടെ പുതിയ വാടക വീട്. പഴയ വീട് കൊച്ചിൻ്റെ സ്കൂളിൽ നിന്ന് കുറച്ച് അകലെയായിരുന്നു. ആ സ്കൂളിന് അടുത്തൊരു വീട് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് മാറിയതാണ്. ആ വീടിന് മുമ്പിൽ നിന്ന് ഇത് ടൗൺ ഹൗസാണ്. ലെഫ്റ്റ് സൈഡിൽ വേറൊരു ഹൗസ്, റൈറ്റ് സൈഡിൽ ഇത് ഞങ്ങളുടെ ഹൗസ് നമ്പർ 2 ആണിത്. റൈറ്റ് സൈഡിൽ ചെറിയൊരു മരവും ചെറിയൊരു പൂന്തോട്ടമൊക്കെ, പിന്നെ റബ്ബിഷ് ബിന്നൊക്കെ പുറത്ത് വെച്ചിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഗാരേജിന് മുമ്പിലായിട്ട് കാർ ഒരെണ്ണം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഗാരേജിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് സാമഗ്രികളുള്ളതുകൊണ്ട് കാർ കയറ്റിയിടാനുള്ള സ്ഥലമില്ല. ഇതൊരു 2 സ്റ്റോറി ഹൗസാണ്. കയറുമ്പോൾ തന്നെ വലിയൊരു ഹോൾവേ, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് സ്റ്റെയർ കേസ് മുകളിലേക്ക് പോകാനുള്ളത്. അവിടെ കുറച്ച് ഷെൽഫൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിലാണ് ചെരുപ്പും സാധനങ്ങളൊക്കെ അടക്കി വെച്ചിട്ട്. അതിൻ്റെ ഉള്ളിലാണ് ഗാരേജിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചതാണ്. ഇതെല്ലാം റെൻറ്റ് കൊടുക്കുന്ന സാധനങ്ങളാണ്. അത് നമുക്കൊന്ന് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ വീടിന് വാടക വരുന്നത് പെർ വീക്ക് $565 ന്യൂസിലാൻഡ് ഡോളറാണ്. പിന്നെ ബോണ്ടായിട്ട് 4 ആഴ്ചത്തെ വാടക അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഡോറ് വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിലെ ഡോറുണ്ട്, നേരെ ഒരു ഡോറുണ്ട്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിലെ ഡോറാണ് ബാത്റൂം. പിന്നെ അതിന് മുമ്പിൽ വേറൊരു ഡോറും കൂടി ഉണ്ട്. ഇത് എന്തിനാ അത്രയും ഡോറെന്ന് എനിക്കറിയില്ല. ഇത് കുഴപ്പമില്ല. ഒരു ടോയ്ലറ്റും ഉണ്ട്, അതിന് ഷവർ ചെയ്യാനുള്ള ഇതും രണ്ടും കൂടിയാണ്. ഇത് നല്ല വാഷ്റൂമും കുഴപ്പമില്ല, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂമാണ് ഇത്തവണ കിട്ടിയത്. അപ്പോൾ നേരെ പോകുമ്പോഴാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. 2 ബെഡ്റൂം ഒരേ വലിപ്പം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ, പിന്നെ ഒരു ഡൈസൻ്റെ ഒരു ഫാൻ, പിന്നെ ഒരു സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്ക് കൃഷിയൊക്കെ ചെയ്യാനായിട്ടോ തുണിയൊക്കെ അലക്കിടാനായിട്ടുള്ള ചെറിയൊരു മുറ്റം. ഇപ്പം ഞങ്ങളുള്ള സാധനങ്ങളൊക്കെ ചുമ്മാ ഒരു കൃഷി ഒപ്പിച്ച് വെച്ചേക്കുന്നതാണ്. കൊച്ചിൻ്റെ കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളും. അത്യാവശ്യം വലിയ 2 കബോർഡുകളാണ് കേട്ടോ. ഇപ്പോൾ ഈ പഴയ വീടിനാകുമ്പോൾ ഇങ്ങനെ ബെഡ് ഇട്ട് കഴിഞ്ഞായിരുന്നെങ്കിൽ പിന്നെ ഇതൊന്നും തുറക്കാൻ പറ്റില്ലായിരുന്നു, ഇച്ചിരി പാടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈസിയായിട്ട് തുറക്കാൻ പറ്റുന്നുണ്ട്. റൂമിന് അത്യാവശ്യം വലുപ്പമുണ്ട്. എന്നെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്റ്റോറിയാണ്. മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം എന്ന് മാത്രമല്ല. മുകളിൽ സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ ചെറിയൊരു വിൻഡോ ഉണ്ട്. അവിടെ നേരെ ചെറുക്കാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഒരു ഗേറ്റ് പിടിപ്പിച്ചേക്കുന്നതാണ്. അവിടെ നേരെ കഴിയുമ്പോൾ ഒരു ഹാളിൻ്റെ പുറത്ത് പിന്നെ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിലൊരു ചുമ്മാ ഒരു ടെൻറ്റൊക്കെ അടിച്ച് ഇട്ടേക്കുന്നു. അങ്ങനെ പുറമെ വൈകിട്ടൊക്കെ വേനൽ സമയത്ത് സമ്മർ സീസണിൽ ഇവിടെ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കാൻ ഒരു വൈബാണ്. അപ്പോൾ അല്ല, തണുപ്പ് സമയത്ത് ഒരു രീതിയും പുറത്തിറങ്ങാൻ പറ്റില്ല. ഉള്ളിൽ കയറുന്നു. ഈ ഹാളിൽ തന്നെയാണ്, അത് പഴയ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. ഹാളിൽ തന്നെ ഇങ്ങനൊരു TV യൂണിറ്റും സെറ്റിയും എല്ലാം തന്നെ. കൊച്ചിൻ്റെ സ്റ്റഡി ടേബിൾ, അതുപോലെ തന്നെ ജസ്റ്റ് ഫ്രീസർ. കിച്ചണിട്ട് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലൊരു ഫ്രിഡ്ജ്, അതേപോലെ തന്നെ ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ഇൻഡക്ഷൻ ഹീറ്ററാണ്. പഴയ വീട്ടിലായിരുന്നപ്പോൾ ഞങ്ങൾ ഗ്യാസായിരുന്നു, പക്ഷേ ഇവിടെ ഇൻഡക്ഷൻ ഹീറ്ററാണുള്ളത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഡിഷ് വാഷർ, ഷെൽഫുകൾ, കബോർഡുകൾ, കാര്യങ്ങളെല്ലാം. ഓവൻ താഴത്താണ് ഇരിക്കുന്നത്. ഇച്ചിരി അസൗകര്യമാണ്, എന്നാലും കുഴപ്പമില്ല. കാർപ്പറ്റാണ് ഇവിടെ, എല്ലാം കാർപ്പറ്റാണ്. താഴത്തെ പോലെ തന്നെ നേരെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബാത്റൂം. ആ താഴത്തിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെയുള്ള ബാത്റൂം, അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. അതേപോലെ തന്നെ മുകളിലെ ബെഡ്റൂം, താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂമും. അപ്പോൾ ഇവിടെ ആയാലും ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ 2 ബെഡ് ഇട്ടിട്ടുണ്ട്. പഴയ വീട്ടിലൊക്കെ ഒരു ബെഡിൽ കൂടുതൽ ഇടാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. കബോർഡിനാണെങ്കിലും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്.